ഡിസപ്പോയിൻറ്റ്മെന്റ്. എന്നെ ബ്രിസ്ക്കറ്റ് വീഡിയോ ചെയ്യൂ എന്നും പറഞ്ഞ് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ബ്രോ എങ്കിലും കഴിച്ച് കാണണമെന്നൊക്കെ എനിക്ക് ഡിയർ. ഇത് പിന്നെ നിങ്ങൾ കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വാട്സ് ബോയ്സ് ആൻഡ് ഗേൾസ് കാണുന്ന വിചാരിക്കും. നമ്മളിപ്പം ഫോറം മോളിലാണ്. ഞാൻ ഫുഡിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി വന്നത്. പക്ഷേ അതിന് മുമ്പേ ഞാൻ വീട്ടിൽ എനിക്ക് ഈ ഡ്രസ്സ് അയൺ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അയൺ ചെയ്യാൻ വേണ്ടി അല്ല ഫോറം മോളിൽ വന്ന് നമ്മൾ വേറെ ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി വന്നത്. എന്ത് ചെയ്യാനാ. ട്രെയിനർ പോകാം. ലോക്ക് ചെയ്താറ്. ഇത് എപ്പോൾ നോക്കിയാലും ജോലി മാത്രവും കോളും കിട്ടും. ജോലിയും കോളും. ഹലോ. പണ്ടേ ഫുൾ ചുളുക്കുമാണ്. കണ്ട ഇത് കണ്ട. വീട്ടിൽ കറണ്ട് ഇല്ലായിരുന്നു. അല്ലെ പിന്നെ നമുക്ക് ഈ ഡ്രസ്സിൽ തന്നെ വീഡിയോ എടുക്കാമായിരുന്നു. ഇതും കൊള്ളാം. എന്തുവാണ് ഇവൻ അവിടെ കിടന്ന് വെയിറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവൻ എന്താണ്ട് എക്സൽ ഷീറ്റ് എന്തോ ഫോം ഫില്ല് ചെയ്യേണ്ട അവൻ്റെ ജോലിയുടെ 3 പ്രാവശ്യം തെറ്റിച്ച്. ആദ്യം തെറ്റിച്ച് വിളിച്ച് പറഞ്ഞ് റെഡിയാക്കി, രണ്ടാമത് തെറ്റിച്ച് പിന്നെ വിളിച്ച് പറഞ്ഞ് റെഡിയാക്കി, മൂന്നാമത് തെറ്റിച്ചിട്ട് ഇപ്പോൾ വിളിച്ച് പറഞ്ഞ് റെഡിയാവുമെന്ന് അറിയത്തില്ല. കഴിഞ്ഞ റെഡിയാക്കിയ എന്റെ ഈ ഡ്രസ്സിന് നല്ല ചുളുക്കമുണ്ട്. നല്ല ചുളുക്കമുണ്ടല്ലേ? നീ എടുക്കുന്നത് ഇതൊക്കെ എന്ത് സാധനം? നോക്കിട്ട് ഇതെന്ത് സ്മോളല്ലല്ലോ. ഇത് മറ്റേ ആ ഒരു പടത്തിനകത്ത് മീഡിയം അവനെ കൊണ്ട് ഡ്രസ്സ് മേടിച്ചു കൊടുക്കുന്നില്ലേ ടാക്സി ഡ്രൈവർ ജയസൂര്യ? അതുപോലെ ഉണ്ട്. ഇത് വെയിറ്റ് ചെയ്യാം അങ്ങോട്ട്. ബോയ്സ്, അപ്പോൾ ഞാൻ ഡ്രസ്സ് ഡിസൈഡ് ചെയ്ത് ഫൈനലി നമുക്ക് റെഡി പിടിച്ച് യെല്ലോ അത്രയ്ക്ക് പോരാ. ഒരു മസ്റ്റേർഡ് കളറാണ് നമുക്ക് മേടിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോകുന്ന വഴി അടുത്ത വീഡിയോ എടുക്കാൻ പോകണം. അതിന് മുമ്പേ നമുക്ക് വൈറൽ ഗേളിനെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. അത് അവിടെയായിട്ട് കാണാം. ഒരു ഹായ് ഹലോ പറഞ്ഞിട്ട് പോവാം. ചിലപ്പോൾ കാണും, എനിക്കറിയില്ല. എന്തായാലും ഇവിടെ വരുമ്പോൾ അത് മുഖം കാണിക്കുന്നില്ലേ, മുഖം കാണിച്ചിട്ട് പോവാം. ഇവിടെ കയറി കഴിഞ്ഞാൽ അവിടെ എപ്പോഴും ആൾക്കാരെല്ലാം കൂടി നോക്കുന്നുണ്ട്. അവളുടെ കൊലീഗ്സിനകത്ത് ഫുള്ള് പറയും ഞാൻ വന്നിട്ട് ഇവിടെ തെരച്ചിലാണ്. അവിടെ നിന്ന് എല്ലാവരും ഇങ്ങനെ എത്തി നോക്കുന്നത് എന്താണ് ഇങ്ങോട്ട്? കാലമാടം വന്നിട്ടുണ്ടെന്ന് ഞങ്ങളെ വീഡിയോ പകർത്ത്. അങ്ങനെയൊന്നുമില്ല. അവളൊന്ന് വിളിക്കട്ടെ. എന്തുവായിരുന്നു നമ്പർ? ഫീവർ അടിച്ചിപ്പോൾ ഹോസ്പിറ്റലിൽ ഇരിക്കുവാണ്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയോ? അവൾ ഈ മോളിലില്ല, വേറെ മോളിലാണ് കേട്ടോ. ഇവളുടെ ഇവിടുത്തെ കൊലീഗ്സ് ഒക്കെ ഇങ്ങനെ തുറച്ചു നോക്കും എപ്പോഴാണ് കയറിയാലും. ബാക്ടീരിയ നിന്റെ ഒരാഴ്ചത്തേക്ക് എന്റെ സ്വാദങ്ങ് പോയി കിട്ടും. എന്ത് ബാക്ടീരിയ വരുന്നത്? നീ അതെ ഇവിടെ ഞാൻ കാരണം ഇപ്പൊ 2 പേർക്ക് പനിയായി. ആണോ? ഇവിടെ പനി കൊടുക്കുന്ന പരിപാടി. നീ വാടാ. വേണ്ട, എനിക്കിന്ന് ബ്രിസ്ക്കറ്റ് കഴിക്കാനുള്ള. ഞാൻ പോയി കഴിക്കട്ടെ. ഞാൻ ഒന്നും കഴിക്കാറില്ല. ഞാൻ ഇപ്പൊ നല്ല ഞാൻ ഇപ്പൊ നല്ല കാപ്പിയും ബിസ്ക്കറ്റും ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നത്. ശരി എന്തായാലും നീ ജോലി നടക്കട്ടെ. ബോയ്സ് ആൻഡ് ഗേൾസ്, നെക്സ്റ്റ് 24 hours നമ്മൾ ബീഫ് ബ്രിസ്ക്കറ്റ് മാത്രം കഴിക്കാൻ പോവുകയാണ്. അപ്പം ഫസ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് സമ്മർ ടൗൺ റെസ്റ്റോ കഫേ. എന്തായാലും ഇവിടെ ബീഫ് ബ്രിസ്ക്കറ്റ് ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഏകദേശം മാക്സിമം കവർ ചെയ്യാം. ഓൾറെഡി ലേറ്റ് ആണ്. ഉച്ചയ്ക്കാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട ഞാനായിരുന്നു. ഓപ്പൺ എങ്ങനെയാണ്? പുഷാണ്. മണിയൊക്കെ അടിക്കുന്നതാണ് ഇവിടെ. ബോയ്സ് ആൻഡ് ഗേൾസ്, ബ്രിസ്ക്കറ്റ് എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം ബീഫ് സ്റ്റേക്കിൻ്റെ വീഡിയോ കണ്ടപ്പം എല്ലാവരും റെക്കമെൻഡ് ചെയ്തതാണ് ബീഫ് ബ്രിസ്ക്കറ്റും കൂടി കൊച്ചിയിലുള്ളത് ഫുള്ളും ട്രൈ ചെയ്യാൻ. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഫസ്റ്റ് സ്പോട്ട് ഇതായിരിക്കും. ബീഫ് ബ്രിസ്ക്കറ്റ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബീഫ് സ്റ്റേക്കാണ് കൂടുതൽ പ്രിഫറബിൾ. എനിക്ക് ബീഫ് സ്റ്റേക്കിനാണ് കൂടുതൽ ടേസ്റ്റ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കൊച്ചിയിൽ ഫേമസ് ആയിരിക്കുന്ന സ്പോട്ട്സ് ഒക്കെയാണ് ഞാൻ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്തായാലും ഇത് കഴിഞ്ഞിട്ട് 4 സ്പോട്ടും കൂടി ഉണ്ട്. അത് ഇന്ന് കവർ ചെയ്യാൻ പറ്റണം, പ്രതീക്ഷിക്കാം. നമ്മുടെ ഫുഡ് വന്നിരിക്കുന്നു. ബ്രിസ്ക്കറ്റ് സ്റ്റേക്ക് കണക്കെ ഇരിക്കുന്നത്. എന്താ അറിയത്തില്ല, നമുക്ക് കഴിച്ചിട്ട് പറയാം. സ്റ്റേക്ക് കണക്ക് ഇരിക്കുന്ന ബ്രിസ്ക്കറ്റ് സോഫ്റ്റാണ്. നോക്കി കണ്ടോ, നല്ല സോഫ്റ്റാണ്. നടന്ന് വരുന്നുണ്ട്. അങ്ങനെ ആയിരിക്കണം. പക്ഷെ ഇത് ബ്രിസ്ക്കറ്റ് തന്നെ ആണോ? സ്ലോ കുക്ക് ചെയ്ത കണക്കൊരു ഫീല് വരുന്നില്ല എനിക്ക്. എന്തായാലും കഴിച്ച് നോക്കട്ടെ. ഈ ഒരു സ്ലോ കുക്ക് ചെയ്ത ടേസ്റ്റ് വരുന്നില്ല. ഇത് ആവിയിലിട്ട് വേവിച്ചെടുത്ത ബീഫ് കണക്ക് ഉണ്ട് കുക്കറിലിട്ട്. സോഫ്റ്റൊക്കെ തന്നെയാണ്, പക്ഷേ ചൊവ്വയില്ല. കുറച്ച് ചെറിയൊരു മധുരമുണ്ട്. ഇതല്ല ബീഫ് ബ്രിസ്ക്കറ്റ്. ഞാൻ ഉദ്ദേശിച്ച ബീഫ് ബ്രിസ്ക്കറ്റ് ഇതല്ല. ഞാൻ നനച്ചത്, ഞാൻ കൊടുത്തത്. ഇത് കറൻ്റ്ലി ലിസ്റ്റിൽ ടോപ്പിലിരിക്കുന്നു. സമ്മർ ടൗൺ. ഡിസപ്പോയിൻറ്റ്മെന്റ്. എന്നെ ബ്രിസ്ക്കറ്റ് വീഡിയോ ചെയ്യൂ എന്നും പറഞ്ഞ് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ബ്രോ എങ്കിലും കഴിച്ച് കാണണമെന്നൊക്കെ എനിക്ക് ഡിയർ.
ഇത് പിന്നെ നിങ്ങൾ കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബ്രൂട്ടൽ ഓണസ്റ്റി, പുഴുങ്ങി വെച്ചിട്ട് കുറച്ച് സോസ് വാരിയ ഇങ്ങനെ ഇരിക്കും, അങ്ങനെ ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ സ്ലോ കുക്ക്ഡ് ബീഫ് ബ്രിസ്ക്കറ്റിൻ്റെ വില 761 രൂപ. 8 മണിക്കൂർ സ്ലോ കുക്ക് ചെയ്യുമെന്നാണ് എൻ്റെ ഒക്കെ പറഞ്ഞത്. 8 മണിക്കൂർ പുഴുങ്ങി കാണും. സ്ലോ കുക്ക് അങ്ങനെയാണോ, വിറകിലൊക്കെ ആണോ അറിയില്ല. എന്തായാലും നിങ്ങൾ കഴിച്ചു നോക്കുക, എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞു. അപ്പം എന്തായാലും വൈറ്റിലായതുകൊണ്ട് ഐ എം ജസ്റ്റ് വണ്ടറിങ് വൈ നോട്ട് ജസ്റ്റ് ഫീൽ XP100. XP100 മൈലേജ് എത്രയാണെന്ന് നോക്കാം. പക്ഷെ കൊടുക്കുന്ന ഹെവി ട്രാഫിക് അതുകൊണ്ട് ഈ ട്രാഫിക്കിനകത്തൊരു 13 കിട്ടത്തുള്ളൂ എനിക്ക് പവറിലോ എനിക്ക് തോന്നുന്നു. അപ്പം നമുക്ക് അവിടെ പോയിട്ട് XP100 അടിക്കാം. ഇപ്പം എത്തും, 6 മിനിറ്റിലെത്തും. ഇവിടെ XP100 ഉണ്ടെന്നാണ് പൊക്കത്ത് എഴുതിയിട്ടുണ്ട്. XP100 പെട്രോള് സ്കൂട്ടർ വരെ XP100 അടിക്കാൻ നിൽക്കുന്നു. എൻ്റെ ഓർക്ക് ഒരു നോർമൽ പെട്രോൾ അടിക്കുന്നത്, സൈഡിലാണ് XP100. XP100 അടിച്ചിട്ടാ പോണം. ഒരു ഞെട്ടും കേട്ടോ XP100 ഫുൾ ടാങ്ക് ഒക്കെ അടിക്കുമ്പോ. എന്ത് ഞെട്ടത്തില്ലേ? അവന്റെ എക്സ്പ്രഷൻ നമുക്ക് നോക്കും. ആ പയ്യന്റെ XP100 ഫുൾ ടാങ്ക് എന്ന് പറയുമ്പോ. ബ്രോ XP100 ഫുള്ള്. XP100 സ്റ്റോക്ക് ഇല്ലേ? എവിടെ ഉണ്ട് സ്റ്റോക്ക്? 95. അവന്റെ പെട്രോളിന് അടിച്ച് ഷോക്കായല്ല, നമ്മളെ ഷോക്കായത്. ഇന്നോളിന്റെ വെള്ളമാണ് അതായിപ്പോ അടിക്കുന്നത്. നമുക്ക് പച്ചവെള്ളം കുടിക്കാൻ പോണം നമ്മുടെ വണ്ടിയിൽ. HP മതിയായിരുന്നു. ചിലവന്മാര് XP100 എന്ന് ആ എഡിറ്റർ വിളിച്ച് പറഞ്ഞ എന്നെ ഉത്സാഹിച്ചോണ്ടാണ് നമ്മളിപ്പോ ഇവിടെ വന്നത്. നമ്മൾ ഹൊറർ വീഡിയോ ചെയ്യും, അതിനകത്ത് റിസ്ക് അവിടെ ഉണ്ട്. റിസ്ക് അല്ല റസ്ക് മാതിരി എന്ന് ട്രെയിനർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പേടിയില്ലല്ലേ, അതിനെ പേടി. അതിനെ ചെന്നപ്പോ തന്നെ മൂത്രം ഒഴിച്ചവിടെ. ആ അതെ അതെ. വവ്വാല് വന്നപ്പോ അതിനെ ഓടുന്നു. ഞാൻ നോക്കിയപ്പോ എന്റെ പുറകെ കിടന്ന് ഓടുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ആൽഫ്രഡ് അതിലും പേടി എഡിറ്റർ. ബോയ്സ്, നമ്മൾ സെക്കൻഡ് സ്പോട്ടിൽ എത്തിയിരിക്കുന്നു ബീഫ് ബ്രിസ്ക്കറ്റ് കഴിക്കാൻ വേണ്ടി. കാഫേ മൂൺ. ബരു നീയും വരൂ, ക്യാമറമാൻ വരൂ. അപ്പുറത്ത് നടക്കുന്നത് എന്താണ്? ഇവിടെ പ്രോപ്പർ ബീഫ് ബ്രിസ്ക്കറ്റ് കിട്ടുമെന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്ക് ആവി കയറ്റിയ ബീഫായിരുന്നാൽ മതി. ബരു എന്താണ് എല്ലാവരും ചെറുതായിട്ട് നോക്കുന്നു? ഉള്ളോ? ഇപ്പൊ പുഷ് ചെയ്ത് ഒടിച്ച് കൈ ഇരുന്നേനെ ഇത്. ഓ ചെറിയ കിച്ചണാണല്ലേ. ഓ ഹോം സ്വീറ്റ് ഹോം. ഓ വലിയ മെനു ഒക്കെ ആണല്ലോ. ഇരിക്കൂ. ബയോ കപ്പൊക്കെയാണ്. ഇവിടെ ബയോ കപ്പൊക്കെ തരും. ബയോ കപ്പൊക്കെ തരും. അലിഞ്ഞു പോകാൻ തോന്നുന്നു കുറച്ച് ദിവസം കഴിയുമ്പോൾ. അപ്പം നമുക്ക് വേണ്ടത് സ്മോക്ഡ് മീറ്റ്സ് ആണ്. അതിന് ഒരേ ഒരു മെനു കാണുന്നുള്ളൂ ഞാൻ. നമുക്ക് വേണ്ടത് സ്മോക്ഡ് മീറ്റ്സ് ആണ്. ഇതിൽ ക്ലാസിക് സ്മോക്ഡ് ബീഫ് ബ്രിസ്ക്കറ്റും ഉണ്ട് 200 ഗ്രാം. ബാർബിക്യൂഡ് സ്മോക്ഡ് ബീഫ് ബ്രിസ്ക്കറ്റും ഉണ്ട് 200 ഗ്രാം. ക്ലാസിക് പിടിക്കുക. സ്മോക്ഡ് പുൾ ചക്ക സ്മോക്ഡ് പുൾ ചക്ക് ഉണ്ട്. സ്മോക്ഡ് ബീഫ് റിബ് ഉണ്ട്. ഇതൊക്കെ ഞാൻ ഓർഡർ ചെയ്തേനെ, കാണുന്നുണ്ടോ? ശരി, നമുക്ക് ഒരെണ്ണം ബ്രിസ്ക്കറ്റ് മാത്രമേ പിടിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ സെഗ്മെൻറ്റ് ഫുള്ള് ഓർഡർ ചെയ്തേനെ. ഇപ്പോൾ ഇത് മാത്രം ഓർഡർ ചെയ്യാം. ബ്രോ ഇവിടെ സ്ഥലം എവിടെയാണ്? പാലക്കാടാ? എങ്ങനെ നിങ്ങളുടെ ബീഫ് ബ്രിസ്ക്കറ്റ് നല്ലതാണ്? ആണോ? ഞാൻ ഇപ്പോൾ ഒരു ബീഫ് ബ്രിസ്ക്കറ്റ് കഴിച്ചേ ഉള്ളൂ. ആവി കയറ്റി തോന്നണൊക്കെ ഉണ്ട്. സമ്മർ ടൗണാ? ആ അതുപോലെ ആത്തില്ലല്ലോ. അതുപോലെ ആണെങ്കിൽ പെട്ടെന്ന് പറയണം. അത് സ്റ്റേക്കാണ്. പക്ഷേ ഇവിടെ സ്റ്റേക്കിൻ്റെ 3 സെക്ഷനും കൂടി ഉണ്ട് കേട്ടോ. സോ റിബായത് ഇവിടെയും കിട്ടും, ഇവിടെയും കിട്ടും, ഇവിടെയും കിട്ടും. ഓരോന്നിനും ഫാറ്റ് ലെവലിൻ്റെ ഡിഫറൻസ് കാണും. ഓക്കെ ബോയ്സ്, അപ്പം പ്രീമിയം കട്ട്സ് ഉണ്ട് പലതിനും. ബോയ്സ്, നമ്മുടെ ബീഫ് ബ്രിസ്ക്കറ്റ് വരുന്നു. പ്രാവശ്യമെങ്കിലും ബീഫ് ബ്രിസ്ക്കറ്റിൻ്റെ കൂടെ സാധാരണ നമുക്ക് എന്തുവാണ് മാഷ് പൊട്ടറ്റോ കിട്ടാറില്ല. അവിടെ മാഷ് പൊട്ടറ്റോ വന്നു എനിക്ക്. ഗാർലിക് ബ്രെഡും ബാർബിക്യൂ സോസും ഉണ്ട്. ഇത് കാണാൻ ബ്രിസ്ക്കറ്റ് കണക്ക് തന്നെ ഉണ്ട് കേട്ടോ. നമ്മളിത് കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് പറയാം. ബീഫ് ബ്രിസ്ക്കറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. നല്ല ചൂടുണ്ട്, പൈപ്പിംഗ് ഹോട്ട്. This is proper smoked beef brisket. So how does it taste? കുറച്ചൊരു കഴിച്ചു നോക്കട്ടെ, അപ്പോൾ എനിക്ക് പറയാൻ പറ്റും അങ്ങനെ ടേസ്റ്റ് ഉണ്ടാകും. ബീഫ് ബ്രിസ്ക്കറ്റിൻ്റെ ടേസ്റ്റ് ലൈക്ക് ഇത് ജെന്യൂൻ ടേസ്റ്റാണ്. ഇതിന് കറക്റ്റ് ആ ടേസ്റ്റ് തന്നെ. എനിക്കിത് കഴിച്ചിട്ട് റെഫറൻസ് പോയിൻ്റ് ഇല്ല ഇപ്പം. ഇത് തന്നെ ഇപ്പോൾ ഫസ്റ്റ് റെഫറൻസ്. അപ്പോൾ ഇതിൻ്റെ പൊക്കത്തോടെ ഇനി പോവില്ലെന്ന് അടുത്ത് കഴിക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. ഇത് നിങ്ങൾ ബീഫ് ബ്രിസ്ക്കറ്റ് കഴിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് പറയേണ്ടത്? നിങ്ങൾ ഈ സ്റ്റേക്ക് കഴിക്കുന്നൊരു ടേസ്റ്റ് അല്ലേ ഇത്? കുറച്ച് സ്മോക്കി ഫ്ലേവറും പിന്നെ എന്ത് പറയേണ്ടത്, ഈ ടേസ്റ്റ് കഴിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷേ മെജോറിറ്റി ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ബാർബിക്യൂ സോസ് അല്ലായിരുന്നു. ഈ ബാർബിക്യൂ സോസായിട്ടൊന്ന് ട്രൈ ചെയ്യട്ടെ മോനെ. കുറച്ച് കൂടുതലിട്ടിട്ടുണ്ട് ഞാൻ.
ബാർബക്യൂ സോസ് എടുക്കില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇവിടെ ഇത് കുറേ കഴിക്കാം. എനിക്ക് ഇഷ്ടമൊക്കെ തന്നെ. എനിക്ക് പൊതുവേ ഇതിനെക്കാട്ടി ഞാൻ കുറച്ചുകൂടി പൊക്കത്തെ റാങ്ക് ചെയ്തിട്ടുള്ള സ്റ്റേക്കിനാണ്. പക്ഷേ ഈ ഇടയ്ക്ക് കഴിച്ചതിൽ ഇത് വൺ ഓഫ് ദി ഗുഡ് വൺസ്. ആൻഡ് ദർ ഇസ് ലൈക്ക് ഫാറ്റി കട്ട്സ് നടക്കുന്നത് കണ്ട, ഫാറ്റി കട്ട്സ്. എൻ്റെ ക്യാമറമാൻ കഴിച്ചില്ലെന്ന് പറയണ്ട, കഴിച്ചു നോക്കി. വാ പൊളിക്കൂ. ഇസ് ഇറ്റ് എ ഗുഡ് ആർ ഇസ് ഇറ്റ് ഡൗൺ? കഴിക്കുന്നതിന് മുമ്പ് പറയുകയാണ്, കഴിച്ച് ഇറക്കിയിട്ട് പറയും. കൊള്ളാവാ. ഈ ബ്രെഡ് കഴിക്കണമെന്ന് എനിക്ക് ഉണ്ട് കേട്ടോ, പക്ഷെ എന്ത് ചെയ്യാൻ, എനിക്ക് ഡയറ്റാണ് കഴിക്കാൻ അറിയത്തില്ല. ഇങ്ങനെ കഫേ മൂണിലെ ബീഫ് ബിസ്ക്കറ്റും കഫേ മൂണിലെ ബീഫ് ബിസ്ക്കറ്റും കുറച്ച് കൂടി പോയി, കുഴപ്പമില്ല. നൈസ് ബോയ്സ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർ ബീഫ് ബ്രിസ്ക്കറ്റ് കഴിഞ്ഞിരിക്കുന്നു. 1050 രൂപയാണ് ഇവിടെ ബീഫ് ബ്രിസ്ക്കറ്റിന്. നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോകാം. ലെറ്റ്സ് സീ ഇഫ് ഇറ്റ് ക്യാൻ ടോപ്പ് കഫേ മൂൺ. തന്നെയല്ലേ? അതെ. മൂന്നാമത്തെ ബീഫ് ബ്രിസ്ക്കറ്റ് കഴിക്കാൻ വന്നിരിക്കുന്നു സ്മോക്ക് കൾച്ചർ ബൈ സ്റ്റീവിൽ. ഇവിടെ റിസർവേഷനൊക്കെ എടുക്കണം, നമ്മൾ എടുത്തിട്ടില്ല. വാക്കിൻ പറ്റുമോ ഇല്ല നോക്കാം. ഇത് അങ്ങോട്ടാണ് പോകേണ്ടത്. വാക്കിൻ പറ്റുമല്ലെന്ന് ഇപ്പോൾ അറിയാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് പാക്കപ്പ് അടിക്കേണ്ടി വരും. ബോയ്സ് എന്ത് ചെയ്യാനാ, വാക്കിൻ ഇല്ലാത്തതുകൊണ്ട് നമുക്കിവിടെ സീറ്റില്ല. ഞാനിവിടെ കഴിച്ചിട്ടുള്ള ഇതിനു മുമ്പ് 2 പ്രാവശ്യം. ആദ്യം കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ, രണ്ടാമത് കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതായിട്ട് എനിക്ക് വരാൻ തോന്നിയിട്ടില്ലായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഇതൊരു നിമിത്തമായിരിക്കും. നിമിത്തം. സത്യം പറഞ്ഞാൽ നേരത്തെ കഴിച്ച ബീഫ് ബ്രിസ്ക്കറ്റ് ഈ ബീഫ് ബ്രിസ്ക്കറ്റ് ഒന്ന് തന്നെയാണ്. ടേസ്റ്റിನಲ್ಲಿ വ്യത്യാസം തോന്നിയില്ല എനിക്ക്. എൻ്റെ ഓർമ്മ വെച്ച് ഞാൻ പറയുവാണെങ്കിൽ. എന്തായാലും നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. മഴയത്താണ് ബോയ്സ് നമ്മൾ റോച്ചാസിലെത്തിയത്. ബീഫ് ബ്രിസ്ക്കറ്റ് മഴയത്ത് കഴിക്കാൻ ബോയ്സ്. മഴയത്ത് ഇവിടെ ആരും ഇല്ലല്ലോ, കുറച്ച് ആൾക്കാരുള്ള ഇവിടെ. കൊള്ളാം ബോയ്സ് ആൻഡ് ഗേൾസ്. നമ്മുടെ ഇന്നത്തെ ടെക്നിക്കലി മൂന്നാമത്തെ ബ്രിസ്ക്കറ്റ്, ബട്ട് ആക്ച്വലി രണ്ടാമത്തെ ബ്രിസ്ക്കറ്റിൻ്റെ കൂടെ എത്തിയിരിക്കുകയാണ്. സ്മോക്ക് കൾച്ചറിന് നമുക്ക് കഴിക്കാൻ പറ്റിയില്ല. എന്ത് ചെയ്യാൻ, അവിടെ റിസർവ് ഒക്കെ ചെയ്തു വരാനൊക്കെ മഹാ ടാസ്ക്കാണ്. അതുകൊണ്ട് വിട്ടേച്ച്. എന്നാലും ഞാൻ പറഞ്ഞില്ലേ, ഓൾമോസ്റ്റ് സിമിലർ ടേസ്റ്റ് ആണ് ഞാൻ നേരത്തെ കഴിച്ച ബ്രിസ്ക്കറ്റുമായിട്ട്. ഓൾമോസ്റ്റ് നേരത്തെ കഴിച്ച ബ്രിസ്ക്കറ്റിന് കുറച്ചുകൂടി ചൂടുണ്ടായിരുന്നു സ്മോക്ക് കൾച്ചർ വെച്ച് നോക്കുവാണെങ്കിൽ. അതുകൊണ്ട് കുഴപ്പമില്ല. ഐ ഡോണ്ട് തിങ്ക് ഐ എം മിസ്സിംഗ് ഔട്ട് ഓൺ മച്ച്, ബട്ട് ലൈക്ക് ലെറ്റ്സ് സീ ഹൗ ദിസ് ടേസ്റ്റ് ഹിയർ. റോച്ചാസിൻ്റെ ബീഫ് ബ്രിസ്ക്കറ്റ് എങ്ങനെ നോക്കാം നമുക്ക് ഇപ്രാവശ്യം. ഇതാണ് ഇവിടുത്തെ മെനു ബോയ്സ്. പോർച്ചുഗീസ് ഗ്രിൽ ഹൗസ്. Signature veg platter. No. Is there no other brisket platter? No. ഇത് സ്മോക്ക്ഡ് ബീഫ് ബ്രിസ്ക്കറ്റ് ആണിത്. ഇത് മേടിക്കണോ? എനിക്ക് വിശപ്പുണ്ട്, ഞാൻ മേടിച്ചതിനെ വെച്ച് നമുക്ക് സ്മോക്ക്ഡ് ബീഫ് ബ്രിസ്ക്കറ്റ് തന്നെ ഓർഡർ ചെയ്യണം. നമ്മളൊരു 2.5 ആഴ്ച കഴിയുമ്പോൾ ഈ ഡയറ്റും തീരും. പിന്നെ ഞാൻ ഓൾ ഇന്ത്യ ട്രിപ്പിലോട്ടും പോകും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ നോർത്ത് ഇന്ത്യയിലെ ബീഹാറിലും ഹരിയാനയിലുള്ള ഫുഡും ക്വിസീൻസും ഒക്കെ ആയിരിക്കും. പിന്നെ അതിൻ്റെ പക്കത്ത് ചാലഞ്ചസ് ഒക്കെ നടക്കും അവിടെ. ഹോണ്ടഡ് പിന്നെ പല പലതുണ്ട്. അവിടെയൊക്കെ കുറേ ചെയ്യാനുണ്ട്. തിരിച്ച് ചെയ്യാൻ വന്ന് അല്ലെങ്കിൽ നമുക്ക് 3 മാസം കഴിഞ്ഞ് നിങ്ങൾ എനിക്ക് കത്ത് എഴുതിക്കുക. അപ്പം ഏകദേശം 2 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ബീഫ് ബ്രിസ്ക്കറ്റ് എത്തിയിരിക്കുന്നു. ബീഫ് ബ്രിസ്ക്കറ്റ് സൂപ്പാണ്. അതെന്തുവാണ് ഇങ്ങനെ അലൂമിനിയം ഫോയിലിനകത്തൊക്കെ. ഓ ദാറ്റ് സ്മോക്കി. കുറച്ചുണ്ടല്ലോ ഇത് കുറച്ചേറെ ക്വാണ്ടിറ്റി ഉണ്ട്. അത് പിന്നെ സൂപ്പും ഉണ്ടെന്ന് സ്മോക്ക് ബീഫിൻ്റെ തന്നെ. ഇതിനകത്ത് കുറച്ചേറെ ഹെവി ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ബീഫ് ബ്രിസ്ക്കറ്റിൻ്റെ. പിന്നെ ഇത് ബീഫ് ബ്രിസ്ക്കറ്റിൻ്റെ സൂപ്പാണെന്ന് തോന്നുന്നു. പിന്നെ സാലഡും ബ്രെഡും. എത്ര ഓയിലി ആണെന്ന് നോക്കി. ഇവിടെ നിന്ന് ഇന്ന് ഓയിൽ കണ്ട. ഇത് ഫസ്റ്റ് ടൈം ഐ ആം ഹാവിങ് ഇറ്റ്. ഇങ്ങനത്തെ ഓയിലി ടൈപ്പ് ഒരു സൂപ്പ്. പിന്നെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എണ്ണമയമുള്ളൊരു, അതിന് ഓയിലി ആണല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഐ ആക്ച്വലി ലൈക്ക് ഇറ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കുറച്ചുകൂടി ഉപ്പ് വേണമല്ലോ. ഇവിടുത്തെ ബീഫ് ബ്രിസ്ക്കറ്റ് ബോയ്സ് ഞാൻ ട്രൈ ചെയ്ത് കാണിക്കാം. ഇവിടുത്തെ ബീഫ് ബ്രിസ്ക്കറ്റ് എന്നൊക്കെ പറയുന്നത് അടർന്ന് വീഴുകയാണ്. ബീഫ് ബ്രിസ്ക്കറ്റ് ജഡ്ജ് ചെയ്യുന്ന ബുദ്ധിമുട്ടാണ്. ഓൾമോസ്റ്റ് എല്ലാം സിമിലർ ആയിരിക്കും. പക്ഷേ ഐ തിങ്ക് ഇത് ഞാൻ നേരത്തെ കഴിച്ചതിനെക്കാട്ടിയും കുറച്ചുകൂടി നല്ലതാണ്. നോട്ട് എ ഹ്യൂജ് ടേൺ. വലിയൊരു മാർജിൻ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്ന് വെച്ചാൽ എന്ത് പറയണം, കുറച്ചുകൂടി സ്മൂത്ത് ആണെന്ന് തോന്നുന്നു. ഈ ഓയിലൊന്ന് മുക്കി നോക്കട്ടെ. ബ്രിസ്ക്കറ്റിനെ ജഡ്ജ് ചെയ്യുന്ന ബുദ്ധിമുട്ടാണ്. ഓൾമോസ്റ്റ് ഓൾ ദ ബ്രിസ്ക്കറ്റ് ഇതുവരെ കഴിച്ചതെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ടേസ്റ്റ് ആണ്. പിന്നെ കൊള്ളാവുള്ളതെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ രണ്ടാമത് കഴിച്ച സ്ഥലത്ത് ഏകദേശം 12 മണിക്കൂർ കുക്ക് ചെയ്തിട്ട് 8 മണിക്കൂർ റെസ്റ്റ് ചെയ്തെങ്ങാണ്ടാണ് ഉണ്ടാക്കിയെന്ന് അവർ പറഞ്ഞു. ഇത് സിമിലർ ആയിരിക്കണം. പക്ഷേ ഇതെനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു കേട്ടോ. ചെറുതായിട്ട് ചെറിയൊരു മാർജിൻ. ഐ തിങ്ക് ദിസ് ഇസ് ബെറ്റർ.
എന്നുവെച്ചാൽ ഇത് കാണുമ്പോൾ ഈ ഒരു കട ഒരു ബ്രിസ്ക്കറ്റ് ഷോപ്പാണൊക്കെ തോന്നിയില്ല എനിക്ക്. ബട്ട് ദേ ആക്ച്വലി ഹാവ് എ ഡീസൻറ്റ് പ്രോഡക്റ്റ്. അതിൻ്റെ ചൂടാണ് നല്ല ചൂട് ആവി പറന്നായി കിട്ടിയതാണ്. എൻ്റെ ക്യാമറ കഴിച്ചു പറയും. എങ്ങനെയുണ്ട്? സെക്കൻഡ് ആണോ നല്ല ഇതാണോ നല്ലത്? സെക്കൻഡ് കാട്ടിയും കൊള്ളാം കുറച്ചുകൂടി അല്ല. കുറച്ചുകൂടി ഫ്രഷ് ആയിട്ടും കുറച്ചുകൂടി സോഫ്റ്ററാണ്. മറ്റേതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ എന്തുവാണ് ഇങ്ങനെ ഓരോരോ പീസായിട്ട് ബ്രിക്സ് ആയിട്ട് അടന്നു പോകത്തില്ല. ഇതും അങ്ങനെ അടവും, പക്ഷെ എന്നാലും കുറച്ചുകൂടി സ്മൂതറാണ്. ലാസ്റ്റ് ബൈറ്റ് നമ്മുടെ റോച്ചാസ് കാഫേ. ഇത് സൈഡിൽ നിന്നൊക്കെ എവിടെ നിന്ന് വരുന്ന ഇത്രയും ബീഫൊക്കെ എടുക്കും തോറും കൂടിക്കൊണ്ടിരിക്കുന്നു. ഫോയിലിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട് ഇത്. സ്മോക്ക് കൾച്ചർ ആൻഡ് സ്റ്റീം കണക്കാണ് നല്ല ഫേമസ് ആയ ഒരു സ്പോട്ടാണ്. എന്നാലും അങ്ങോട്ട് പോവാം ബോയ്സ്. ഇവിടുത്തെ ബില്ലായിരിക്കുന്നതാണ് 1418 രൂപ. ഓൾമോസ്റ്റ് ഓക്കെ, ലൈക്ക് സിമിലർ പ്രൈസിങ്. കുറച്ച് കൂടില്ല, പക്ഷേ എന്നാലും ക്വാണ്ടിറ്റി ഉണ്ട്. താനും എനിക്ക് ക്വാണ്ടിറ്റി വേർത്തിട്ടായിട്ടാണ് തോന്നിയത്. ബ്രിസ്ക്കറ്റിനൊക്കെ ഈ ഒരു പ്രൈസിങ് ആണ്. നമ്മൾ നമ്മുടെ ഫൈനൽ ലൊക്കേഷനിലോട്ട് പോവുകയാണ്. ഈ ഇന്നത്തെ ഫുഡ് ചാലഞ്ചിനകത്തുള്ള ഓൾമോസ്റ്റ് തീർന്ന്. എന്താ ഇഷ്ടമായില്ല നിനക്ക്? ഇനി സമയമില്ല, രാത്രി ആകാറായി. എനിക്ക് ഈ ഒരു ഫുഡ് വലുതായിട്ട് കഴിച്ചൊരു മ്ലാനത. രാവിലെ തൊട്ട് ആദ്യം ട്രാഫിക് കിടന്ന് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ട്രാഫിക് മഴയും കൂടിയാണ്. രാവിലെ ഇത് തന്നെയായിരുന്നു ഫുള്ളും. എന്താണല്ലേ ഇത്? എറണാകുളത്ത് മാത്രമേ ഉള്ളൂ ഇത്രയും ചെറിയ റോഡും ഇത്രയും ഇഷ്ടം പോലെ വണ്ടികളും. നമ്മൾ നടക്കുകയും ഇതിനകത്ത് തന്നെ നടക്കുന്നുമുണ്ട്, വണ്ടി ഓടിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ റോഡും കൊള്ളത്തില്ല. റോഡിന് പകരം കുളം. ഒരു മഴ പെയ്തില്ല, പൊങ്ങി. ഈ പോണ ചേച്ചിമാരൊക്കെ നനയും. ചേച്ചി ക്ഷമിക്കണേ. നീ നനച്ച് വിടാതെ വിട്ടേക്ക്, പാവല്ലേ. ഞാൻ നനക്കത്തില്ല. തെറിപ്പിച്ചാണ്ട ഇന്ത്യൻ ഓയിൽ അടിച്ചതിൻ്റെ കണ്ട 8.7. പിന്നെ ഉണ്ട് ഒരു കാര്യം, നിങ്ങൾ അടിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഓയിൽ അടിക്കാതിരിക്കുക. അങ്ങനൊന്നും പറയണ്ട. ഒരു കാശിനും കൊള്ളത്തില്ല. നോക്കി മൈലേജ് ഉണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫമേഷൻ രീതി വരും. അത് വിട്. ഉള്ള കാര്യം പറഞ്ഞത്. ഉള്ള കാര്യം നീ വേറെ അടിക്കാതിരിക്കും എന്ന് പറയണ്ട. നീ അടിക്കുന്നില്ല. ഞാൻ അടിക്കുന്നില്ല. ഉള്ള എൻ്റെ കാര്യം പറഞ്ഞു, എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞത്. ഞാൻ അടിക്കത്തില്ല ഇന്ത്യൻ ഓയിൽ. നമ്മൾ ലൊക്കേഷനിലെത്തി, പക്ഷേ ഇത് ആരുടെ വീടാണല്ലോ. അയ്യോ സോറി. കുഴപ്പമില്ല. ഞാൻ ഓർഡേഴ്സ് എടുക്കണ്ട നാളത്തേന്. ഇപ്പൊ എനിക്ക് അവൈലബിൾ ആയിട്ട് ഫ്രോസൺ പാക്ക് പ്രീ ഓർഡർ ബേസിസിൽ ചെയ്യണാണ്. ഓക്കെ ബോയ്സ്, അപ്പം റിസർവ് ചെയ്തത് ടേക്ക് അവേ മാത്രമാണ്. ഇത് ഓർഡർ ചെയ്യണം, അല്ലാതെ ഞാൻ ഇവരുടെ വീട്ടിനകത്ത് വന്ന് കഴിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ എന്തായാലും ഓൾമോസ്റ്റ് എല്ലാ ടൈമും പോയതുകൊണ്ട് ഇപ്പം 9 മണിയായി. ഇനി എന്താണ് ബാക്കിയുള്ളത്? ഇതൊന്നും ബാക്കിയില്ല. ഇനി വേണമെങ്കിൽ സ്റ്റീവിൻ്റെ അവിടെ ഒന്നുകൂടി നോക്കാം. അതാണ് ഈ ബാക്കിയുള്ളത്. സ്റ്റീവിൻ്റെ ആൾക്കാർ എടുക്കുന്നില്ല. അപ്പം നമ്മുടെ ബാർബക്യൂ അല്ല എന്തായിരുന്നു ബ്രിസ്ക്കറ്റിൻ്റെ ഓട്ടം ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമ്മൾ പാക്കപ്പ് ചെയ്യുന്നു. ബ്രിസ്ക്കറ്റ് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് സ്റ്റേക്കാണ് ഇഷ്ടം. ബ്രിസ്ക്കറ്റ് 1-2 കഷ്ണം കഴിക്കാം, പിന്നെ അതിനായിട്ട് കുറച്ച് കഴിക്കാൻ മടുപ്പാണ്. സത്യം അതാണ്. എന്തായാലും അപ്പോൾ വണ്ടി പോട്ടെ. ട്രെയിനർ ഓടി അകത്തോട്ട് പോകുന്നത് കണ്ട 15 മിനിറ്റ് അടയ്ക്കുമെന്ന് പറയുന്നത് കണ്ട. ബ്രോ, ഈ സൺ പ്രൊട്ടക്ഷൻ ജാക്കറ്റ് ഇല്ലേ? എവിടെ? എന്ത് പർപ്പസിനാണ്? നമ്മൾ വെയിലത്ത് പോകുമ്പോൾ ഇടത്തില്ലേ, അതെവിടെയുള്ള? നമുക്ക് ബോട്ടിൻ്റെ വീഡിയോക്കകത്ത് വേണ്ടി വെയിലത്ത് നിൽക്കാൻ വേണ്ടി ഒരു ജാക്കറ്റ് വേണം. അതിന് വേണ്ടി വന്നേ ഇങ്ങോട്ട്. ഇതും പിന്നെ അപ്പുറത്താ അവിടുത്തെ കൂടെ നോക്കിട്ട്. ഈ ജാക്കറ്റ് കണ്ടിട്ട് എനിക്ക് നോർമലായിട്ട് തന്നെ തോന്നുന്നു. റണ്ണിങ് സെക്ഷനും ഉണ്ട്, അതും കൂടി നോക്കിയേക്കാന്ന്. ഇതാണോ? ഇത് ഇച്ചിരി കൂടെ കൊള്ളാം. എംബി ഇതാണ് ജാക്കറ്റ് അല്ലേ? ഇത് ഇച്ചിരി കൂടെ കൊള്ളാം. മറ്റേനെക്കാളും കുറച്ചുകൂടെ ഇതുണ്ട്. ബൈക്കിൽ പോകുമ്പോഴിടാം എംബിക്ക്. ഇത് ഇട്ടാനാ? ഇത് ബനിയനായി പോകത്തില്ലേ? ഇത് അർജന്റീന വീടുന്ന ബ്ലൗസ് കണക്കായി പോകല്ലേ? ഇത് നമ്മൾ ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫുൾ ടൈം വെയിലത്തായിരിക്കും. മഴയാണെങ്കിൽ ഫുൾ ടൈം മഴയത്ത്, വെയിലാണെങ്കിൽ ഫുൾ ടൈം വെയിലത്ത്. വെയിലാണെന്ന് പറഞ്ഞു, വെയിലായിരിക്കും മോസ്റ്റ്ലി. ഞാൻ കാണിച്ചു തരാം. എടാ ജസ്റ്റ് വെയിൽ മാത്രം നോക്കിയാൽ മതി, അല്ല മഴയും മഞ്ഞും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എനിക്ക്. ഇത് റെയിൻകോട്ടല്ലേ? എടാ ജസ്റ്റ് ഒരു വെയിൽ മാത്രം നോക്ക്. വെയിൽ മാത്രം നോക്കിയാൽ മതിടാ. ഇതെന്തുവാണിത്? ഇത് വേണ്ട. അവസാനം തിരിച്ച് ഇത് തന്നെ സെലക്ട് ചെയ്ത് ട്രെയിനർ ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യുകയാണ്. ഇനി ഞാൻ എന്താ അവിടെ പോയി പറഞ്ഞതെന്നറിയത്തില്ല. എന്നുവെച്ചാൽ മറ്റേ ബോട്ടിൻ്റെതിനകത്ത് ഒടുക്കത്തെ ടാസ്ക് ആയിരിക്കും. പോയി ഞാൻ ബാക്കിയുള്ള മെയിൻ വീഡിയോ എനിക്ക് അറിയാം, അത് വളരെ ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആയിരിക്കും, ചാലഞ്ച് എന്ന് പറയുന്നത്. ഇത് കുറച്ചുകൂടി കൊള്ളാം കേട്ടോ. ഇത് UV പ്രൊഡക്റ്റ് ആണോ? ഇത് കുറച്ചുകൂടി നല്ലതാണ്. നീ ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യുന്ന നിർത്തത്. വെയിലും നോക്കണം, മഴയും നോക്കണം, എല്ലാം നോക്കണമെന്ന്. തുണിയില്ലാണ്ട് റെഡിയാവും. എടാ എൻ്റെ ഉണ്ട്, എടുക്ക്. ഒരു മീനെ പിടിച്ചിട്ടുള്ളൂ. പുതിയ വീഡിയോക്ക് പുതിയ സാധനം. പുതിയ സാധനം കിട്ടിയിട്ടില്ല. നമുക്ക് ഇതെടുക്കാം.
ഇതെടുക്കാം ചെറിയ മീൻ കിട്ടുന്നില്ല അപ്പോഴാണ് ഇത്ര വലിയ റോഡ്. റോഡാ പോളാ. എന്താണ് ഇത്ര വലിപ്പം ഇതിന്? നമുക്ക് ആ വീഡിയോ ഒക്കെ കിടിലായിരിക്കും. അമ്മയ്ക്ക് വേണ്ടി ഒരു ജിമ്മിന് വേണ്ടി പാൻറ് എടുക്കണമായിരുന്നു. 34 അമ്മയ്ക്ക് വേണ്ടി അത് എടുത്തിട്ടുണ്ട്. റോഡി എടുത്തേക്കാം. ഇതിൻ്റെ ഒരു ലാർജ് തന്നേക്കാം. അമ്മയ്ക്ക് വേണ്ടി 1-2 കൂടി ഒക്കെ എടുക്കാം. ഇത് ലാർജാ, ഇത് എടുത്തേക്കാൻ പോ. എനിക്ക് 34-32 ഉള്ളൂ. അമ്മയ്ക്ക് വേണ്ടി ഞാൻ കുറഞ്ഞ പാൻറ് എടുത്ത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇത് ഈ പാൻറ് ഇല്ലേ, ഇത് ക്രിക്കറ്റിന് ഉപയോഗിക്കുന്നതാണ്, പക്ഷേ ജിമ്മിന് നല്ലതായിരിക്കും. നല്ല കംഫർട്ടബിളും ഡൈവൊക്കെ ചെയ്യാൻ പറ്റും. അച്ഛനാണെങ്കിലും യൂസ് ചെയ്യാം, അപ്പോൾ എടുക്കാറുണ്ട്. എൻ്റെ സൈസിൽ ആ ക്രിക്കറ്റിൻ്റെ പാൻറ് ഇവിടെ വന്നു. എല്ലാം കൂടി എടുത്ത് അതിവിടെ ഉണ്ടോ? ഇതല്ല ഇത് 34 അത് 10-15 ആയെന്ന് തോന്നുന്നു കേട്ടോ. അതെല്ലാം കൂടി അവിടെ കിടക്കുന്ന സാധനം. ഒരു ട്രെയിനർ ഇത് ഇവിടെ 2000 രൂപയ്ക്ക് സാധനം മേടിച്ചിട്ട് ഇവിടെ 11,000 രൂപ എന്നെ കൊണ്ട് കൈ പിടിപ്പിച്ചിട്ടുണ്ട്. 2 ടച്ച് ചെയ്ത് കേട്ടോ. കൊള്ളാം. രണ്ടീ പൊക്കത്തോട്ട് പോകുന്നു. ഞാൻ പറയുന്ന ഒരു കയാക്കും എടുത്തേക്കാം 39,000 രൂപ. ചെറിയ വിലയല്ലേ ഉള്ളൂ. ചെറിയ വില. അറിയത്തില്ല ഇത് എന്തായാലും. അറിയത്തില്ലേ? ഇല്ല സുഖമായിട്ട് ഇരിക്കാം. ആണാ? ഇതിലാണ് വെളിയിലുള്ളവരൊക്കെ പോണത്, കടലിൽ പോണത്. ഇത് പക്ഷെ പെട്ടെന്ന് തുഴഞ്ഞ എവിടെയെങ്കിലൊക്കെ എത്തും, എവിടെയെങ്കിലുമൊക്കെ എത്തും മേളിലോട്ട്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. ഹോപ്പ് യു ഗൈസ് ഹാവ് വണ്ടർഫുൾ ആപ്പിൾ. നെക്സ്റ്റ് ടൈം ടേക്ക് കെയർ.